നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് തുടർച്ചയായ ജാമ്യഹർജി ഫയൽ ചെയ്തതിന് ഹൈക്കോടതി പിഴ ചുമത്തിയിരിക്കുകയാണ്. 25,000 രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. ഒരു ജാമ്യഹർജി തള്ളി 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ജാമ്യഹർജി ഫയൽ ചെയ്തതിനാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പിഴ ചുമത്തിയത്. തുടർച്ചയായി ജാമ്യഹർജി ഫയൽ ചെയ്യാൻ സാമ്പത്തിക സഹായവുമായി ആരോ കർട്ടന് പിന്നിൽ ഉണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടു. 7 വർഷമായി ജയിലിൽ കഴിയുന്ന പ്രതി വിവിധ അഭിഭാഷകർ വഴി ഹൈക്കോടതിയിൽ മാത്രം 10 തവണയാണ് ജാമ്യഹർജി ഫയൽ ചെയ്തത്. 2 തവണ സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന പ്രതി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ അല്ല ജാമ്യഹർജി ഫയൽ ചെയ്യുന്നത്, സ്വന്തമായി നിയോഗിച്ചിരിക്കുന്ന അഭിഭാഷകർ വഴിയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെന്നും മറ്റാരോ പിന്നിൽ ഉണ്ടെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും കോടതി പറഞ്ഞു. നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ പിന്നിൽ തന്നെ ഗൂഢാലോചന ഉണ്ടെന്ന ആരോപണം ഉണ്ടെന്നതും കോടതി ചൂണ്ടിക്കാട്ടി. ഒരു ജാമ്യഹർജി തള്ളിയ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിലേ വീണ്ടും ജാമ്യഹർജി ഫയൽ ചെയ്യാവൂ എന്നാണ് നിയമം. പൾസർ സുനി ഏപ്രിൽ 16 ഫയൽ ചെയ്ത ജാമ്യഹർജി മെയ് 20 തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ മെയ് 23 വീണ്ടും ജാമ്യഹർജി ഫയൽ ചെയ്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച് വിഷയം പരിശോധിച്ചാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് പിഴത്തുക അടയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം പൾസർ സുനിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് കോടതി പറയുമ്പോഴും അതാരാണെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയാണ് നടൻ ദിലീപ്. കേസിലെ 1ാം പ്രതി പൾസർ സുനി ദിലീപിന് എഴുതിയ കത്ത് പോലും ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരുന്നു. സുനിയുടെ സഹതടവുകാരനായ കുന്തംകുളം സ്വദേശി സജിത്തിന്റെ വീട്ടിൽ നിന്നായിരുന്നു അന്വേഷണ സംഘം കത്ത് കണ്ടെടുത്തത്. 2018 മെയ് 7 ജയിലിൽ നിന്നും സുനി കത്തെഴുതിയത്. കത്ത് ദിലീപിന് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല. തെറ്റേറ്റു പറഞ്ഞ് കോടതിയിൽ മാപ്പിരക്കുമെന്നും കത്തിൽ സുനി സൂചിപ്പിച്ചിരുന്നു. അഭിഭാഷകരെയും സാക്ഷികളെയും വിലക്കെടുത്താലും സത്യം മൂടിവെക്കാനാകില്ല. തനിക്ക് ശിക്ഷ കിട്ടിയാൽ പരിഭവമോ വിഷമമോ ഇല്ല. താൻ തെറ്റുകാരനാണ്, പക്ഷേ അത് തനിക്ക് വേണ്ടിയല്ലെന്നും പരാമർശമുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയിലെ തെളിവാണ് കത്തെന്ന നിഗമനത്തിലായിരുന്നു അന്ന് അന്വേഷണ സംഘം എത്തി നിന്നത്. മാത്രമല്ല പൾസർ സുനിയുടെ ദിലീപ് ഉണ്ടെന്ന് തെളിയിക്കുന്ന സാഹചര്യ തെളിവുകൾ, അതുപോലെ ഡിജിറ്റൽ തെളിവുകൾ എന്നിവയെല്ലാം ഉൾപ്പെടെ അന്ന് അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു. അതിന് പിന്നാലെ തന്നെയായിരുന്നു ദിലീപ് 90 ദിവസങ്ങൾ 85 ദിവസങ്ങൾ ജയിലിൽ കിടന്നത്. പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ദിലീപിനെതിരെ സാക്ഷികൾ തന്നെ പല തവണ കൂറുമാറിയിരുന്നു. സാഹചര്യ തെളിവുകൾ വീണ്ടും ദിലീപിന് അനുകൂലമായിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ കേസുകൾ മാറിയും മാറ്റിവെച്ചും ഒക്കെ അതങ്ങനെ നീണ്ടു പോവുകയാണ്. എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ എത്രയും പെട്ടെന്ന് തന്നെ വിധി പറയണം എന്ന് സുപ്രീം കോടതി വരെ കർശനമായ ഒരു താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ മറഞ്ഞിരിക്കുന്ന പലരും പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം.